CPM പ്രതിനിധി ശ്രീ കെ അനിൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, അത് ഭാരതത്തെ ഒന്നായി, രാജ്യത്തെ ഒന്നായി പ്രതിനിധീകരിക്കുന്ന തരത്തിലാണ് ഭാരതാംബയുടെ ചിത്രം അവിടെ വെക്കണമെന്ന് പറഞ്ഞതും പുഷ്പാർച്ചന നടത്തണം എന്ന് പറഞ്ഞതും. അത്തരത്തിൽ നോക്കുമ്പോൾ അത് ഒഴിവാക്കുന്നത് ശരിയായ രീതിയല്ല, സർക്കാരിന്റെ ഭാഗത്താണ് തെറ്റ് പറ്റിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പ്രതിനിധി പറഞ്ഞിട്ടുള്ളത്. ശ്രീ ആർ.വി. ബാബു ചൂണ്ടിക്കാട്ടിയ വന്ദേമാതരം നിരോധിക്കപ്പെട്ട ചരിത്രവും ഇന്ത്യയിലുണ്ട്. വന്ദേമാതരത്തിന്റെ വരികൾ മുസ്ലിം വിരോധമായി വന്ന സ്റ്റാൻസുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് വന്ദേമാതരം എന്ന നോവൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ ബ്രിട്ടീഷുകാർ അക്കാലഘട്ടത്തിൽ നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് വർഗീയ സംഘർഷമുണ്ടാക്കിയ നോവലാണ് ആനന്ദമഠം എന്ന നോവലിൽ ഈ വന്ദേമാതരത്തിന്റെ വരികൾ ഉൾപ്പെടുത്തിയത്. അതിൽ മുസ്ലിം വിദ്വേഷത്തിന്റെ ഭാഗമായ അടിത്തറകൾ രൂപപ്പെട്ടിരുന്നു. RSS ജനിക്കുന്നതിന് അരനൂറ്റാണ്ട് മുമ്പ് ഇന്ത്യയിൽ രൂപപ്പെട്ടിരുന്ന മുസ്ലിം വിരുദ്ധതയുടെ തുടർപ്രവാഹത്തിലാണ് ആനന്ദമഠം നോവലിലേക്ക് ഈ പറയുന്ന വന്ദേമാതരത്തിന്റെ സ്റ്റാൻസുകൾ ഉൾപ്പെടുത്തപ്പെട്ടത്. അതിൽ ഇന്ത്യ മുഴുവൻ ഉൾപ്പെടുന്നുണ്ടോ? ഞാൻ വന്ദേമാതരം എന്ന കവിതയ്ക്കെതിരായിട്ടല്ല പറയുക. വന്ദേമാതരം കേട്ടാൽ ഇന്ത്യ മുഴുവൻ ഉൾപ്പെടുന്നുണ്ടോ? ഇന്നത്തെ ദ്രാവിഡം എന്ന് പറഞ്ഞാൽ മലയാളം അതിലുണ്ടോ? കേരളം അതിലുണ്ടോ? അപ്പൊ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് അന്ന് കണ്ടതിനപ്പുറം വളർന്ന് വികസിച്ചിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു വിശ്വലോകവും വിശ്വമലയാളവും വിശ്വഭാരതവും ഉണ്ട്. അതാണ് ടാഗോർ പറഞ്ഞത്. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ എന്ന പേരിൽ നിന്ന് അടർത്തി മാറ്റി ഭാരതമെന്ന ഒരു സാംസ്കാരിക ദേശീയത എന്ന RSS അജണ്ടയിലേക്ക് ചുരുക്കിക്കെട്ടാൻ രാജ്ഭവൻ ഒരു വേദിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആർലേക്കർ അതിവിടെ ചെലവാകില്ല എന്ന് പറയാൻ ഒരു സർക്കാരിന് തന്റെ ഇടമുണ്ടായി. ആ തന്റെ ഇടത്തിന്റെ കൊടിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് വർഗീയവാദികൾക്ക് ജീവിക്കാനുള്ള പരിസ്ഥിതി ഇവിടെ ഇല്ല. ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ പ്രത്യേകത വർഗീയവാദികൾക്ക് അതിജീവിക്കാനുള്ള പരിസ്ഥിതി കേരളത്തിൽ ഉണ്ടാവില്ല. ശ്രീ കെ അനിൽകുമാർ, ഭാരതാംബയെ ഒരു സംഘടനയുടെ ചിഹ്നമായി മുഖമുദ്രയായി കാണേണ്ടതില്ല എന്നതാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞ സംഘടനയുടെ അർത്ഥം എന്താണ്? ഹിന്ദു എന്ന് പറഞ്ഞ ഐക്യമുള്ളൊരു കാര്യമല്ല. ഞങ്ങൾ ഐക്യം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട് ഹിന്ദുവിന് ഐക്യം ഉണ്ടായില്ല? ഐക്യമില്ല എന്ന് മാത്രമല്ല, ഹിന്ദു എന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ പരസ്പരം ഈ സമൂഹത്തിനകത്ത് ജാതി ചിന്ത ഉണ്ടാക്കിയത്, മതചിന്ത ഉണ്ടാക്കിയത്. ഞങ്ങൾ ഒന്നാകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ, പിന്നോക്ക ജാതിക്കാരെ തുല്യരായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം ഒരു രാഷ്ട്രീയ ഐക്യമാകാം. അതാണ് ഹിന്ദു ഐക്യവേദി. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി പറയുന്നൊന്നും വേദവാക്യമല്ല. ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ നിരാകരിക്കാൻ നിങ്ങൾ ഭാരതമെന്ന ഒരു സംവർഗത്തെ ഉപയോഗിക്കുന്നു. അത് ബോധപൂർവ്വം ഉപയോഗിക്കുമ്പോൾ അത് വഞ്ചനാപരമായ വർഗീയ ഉള്ളടക്കമുണ്ട്. അതുകൊണ്ട് പരിസ്ഥിതി ദിനത്തിൽ ഞങ്ങൾ പറയുന്നത് ഇവിടെ ഈ കേരളത്തിനകത്ത് വർഗീയത വളർത്താനുള്ള പരിസ്ഥിതി ഉണ്ടാക്കാൻ അനുവദിക്കില്ല. അതിന് ഏതെങ്കിലും തരത്തിൽ രാസത്വരകമായി മാറാൻ രാജ്ഭവനെ അനുവദിക്കില്ല എന്ന ആർലേക്കർക്ക് മുഖമടച്ച മറുപടിയാണ് കേരള സർക്കാർ നൽകിയിരിക്കുന്നത്. ശ്രീ അനിൽകുമാർ, ദയവായി തുടരുക. R.V. ബാബു, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ശ്രീ അനിൽകുമാർ പറഞ്ഞ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചുവെങ്കിൽ പ്രതികരണമാകാം. അല്ല, അനിൽകുമാർ ആനന്ദമഠം ഒരു വർഗീയ പുസ്തകമാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. ഏത് ആനന്ദമഠം ഉദ്ധരിച്ചുകൊണ്ടാണോ, ഏത് ആനന്ദമഠം മുന്നിൽ വെച്ചുകൊണ്ടാണോ ബംഗാൾ വിഭജനത്തിനെതിരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സംയുക്തമായി ഒരുമിച്ച് നിന്ന് സമരം ചെയ്തത്, ആ ആനന്ദമഠം ഇപ്പോ അനിൽകുമാറിന് അത് വർഗീയ പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പരിഹാസ്യമായ കാര്യം എന്താണെന്നറിയോ? അതിനകത്ത് കേരളം ഉണ്ടോ മലയാളം ഉണ്ടോ എന്നാണ്. ജനഗണമനയിൽ കേരളം ഉണ്ടോ? അതിനകത്ത് കേരളം ഉണ്ടോ? ജനഗണമനയിൽ കേരളം ഉണ്ടോ? ഇല്ലല്ലോ. ഇത് മുഴുവൻ ഭാരതത്തെയും ഉൾക്കൊള്ളുന്നു. ഭാരതത്തെ ആത്മീയ ഭാവത്തിൽ കാണുന്ന മഹാത്മാഗാന്ധിജി അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തതും പിന്തുണച്ചതുമായിട്ടുള്ള രാഷ്ട്രഗീതം എന്ന സങ്കല്പത്തെയാണ് ഇപ്പോ അനിൽകുമാർ ഇല്ലാതെ. അതിന്റെ ഒരു വിഭാഗം ആളുകൾക്ക് ഈ ദുർഗയാണ്, ദശപ്രകരണ ധാരിണിയാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് വന്ദേമാതരത്തിന്റെ 4 വരി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴും വന്ദേമാതരം സ്വീകരിക്കപ്പെട്ട ഒരു ഗാനമാണ്. പക്ഷെ അതിന്റെ ഒരുപാട് ഭാഗം വർഗീയ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിക്കളഞ്ഞു. ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ഇവിടെ കേരളത്തിൽ ഹിന്ദു ഐക്യവേദി ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കളിലെ ജാതി അല്ലെങ്കിൽ മതചിന്ത എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞു. ഹിന്ദുക്കളിലെ ജാതി വ്യവസ്ഥയുണ്ട്. അതിനെ ആ ജാതി വ്യവസ്ഥയ്ക്ക് അതീതമായിട്ട് ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിക്കാനാണ് ഹിന്ദു ഐക്യവേദി പരിശ്രമിക്കുന്നത്.
ആ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനം നടക്കുമ്പോഴാണ് ജാതി പറഞ്ഞ് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ CPM നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതിക്ക് അതീതമായി ജാതി ചിന്തിക്കാതിരിക്കാനാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്. പക്ഷെ ജാതി ചിന്തിപ്പിച്ചുകൊണ്ട് സവർണ അവർണ വിഭജനം സൃഷ്ടിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലവും ശ്രമിച്ചിട്ടുള്ളത്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ തകർക്കാൻ ഹിന്ദു സമൂഹത്തെ തകർക്കണം. ഈ രാജ്യത്തെ തുടക്കം മുതൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ ഈ രാജ്യത്തിനെതിരായി നിലകൊണ്ട ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, മഹാത്മാഗാന്ധിജി ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടെ മാത്രമാണ് നിങ്ങളുടെ ദേശസ്നേഹം തെളിയിക്കണം എന്നാവശ്യപ്പെട്ടത്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടാണ്. നിങ്ങളുടെ ദേശസ്നേഹം, നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുക്കുന്നവരാണ്, നിങ്ങൾ പിരിക്കുന്ന പണം ബ്രിട്ടീഷ് അനുകൂലമായിട്ട് ചെലവഴിക്കുന്നു, അതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കണമെന്ന് PC ജോഷിക്ക് കത്തെഴുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആവശ്യപ്പെട്ടത് മഹാത്മാഗാന്ധിജിയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തു എന്ന് ആരോപിച്ച് കത്തെഴുതിയത് മഹാത്മാഗാന്ധിജിയാണ്. RSSകാർക്ക് അദ്ദേഹം കത്തെഴുതിയിട്ടില്ല. അദ്ദേഹം സംഘപരിവാർ സംഘടനയ്ക്ക് കത്തെഴുതിയിട്ടില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആവശ്യപ്പെട്ടു നിങ്ങളുടെ സ്വാതന്ത്ര്യ ദിനം. അപ്പോ ആ നിലപാടാണ് ഇപ്പോഴും പാർട്ടിക്കുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ ഇപ്പോഴത്തെ ഈ പഹൽഗാം ഇഷ്യൂവിൽ പോലും പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണല്ലോ MA ബേബി അടക്കം സ്വീകരിച്ചത്. അവിടെ പഹൽഗാമിലെ ആക്രമണത്തെ പോലും ന്യായീകരിക്കുന്ന, അവിടെ 307 വകുപ്പ് റദ്ദാക്കിയതാണ് ഈ പ്രശ്നത്തിന്റെ മുഴുവൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണല്ലോ. പാകിസ്ഥാന്റെ അഭിപ്രായമാണത്. 307 വകുപ്പ് റദ്ദാക്കിയത് കാശ്മീരിലെ മുസ്ലിങ്ങളെ ബാധിച്ചു എന്ന് പറഞ്ഞത് പാകിസ്ഥാന്റെ അഭിപ്രായമാണ്. എന്നാൽ ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവ് സൽമാൻ ഖുർഷിദ് അടക്കം വിദേശത്ത് പോയിട്ട് പറഞ്ഞതെന്താ? 307 വകുപ്പ് റദ്ദാക്കിയത് കൊണ്ട് കാശ്മീർ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമാണെന്ന് തെളിയിക്കപ്പെട്ടു എന്നാണ്. അപ്പോ മുസ്ലിം സമൂഹത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സ്പർദ്ധ വളർത്താൻ അത് CIA പ്രക്ഷോഭ കാലത്ത് നമ്മൾ കണ്ടു. ശ്രീ അനിൽകുമാർ, രാഷ്ട്രീയമായ വിമർശനം കൂടിയാണ്, മറുപടി ഉണ്ടോ? ശ്രീ K അനിൽകുമാറിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. വളരെ നന്ദി RV ബാബു ഒപ്പം K അനിൽകുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും വലിയ വിവാദങ്ങളിലേക്കാണോ ഈ വിഷയം വഴി തുറക്കുന്നത് എന്നതുകൂടിയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാം, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്ത് സർക്കാർ ഗവർണർ തലത്തിൽ ഉണ്ടായിരുന്ന പോര് സമാനതകളില്ലാത്തതായിരുന്നു. മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പോരടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ വലിയ ഒരുപാട് വിവാദങ്ങൾക്ക് സാക്ഷിയായതാണ്. അതിനുശേഷം വിശ്വനാഥ ആർലേക്കർ വന്നതിന് ശേഷം പക്ഷേ ഗവർണറും സർക്കാരും തമ്മിൽ വളരെ സമവായത്തിൽ എല്ലാ വിഷയത്തിലും ഒരു സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഇതുവരെ കണ്ടത്. പക്ഷേ ഇതിപ്പോൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രം അവിടെ ആ ചടങ്ങിൽ വെക്കണം, അതോടൊപ്പം പുഷ്പാർച്ചന നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് വളരെ കാർക്കശ്യത്തോടു കൂടി വന്നപ്പോൾ അത് പറ്റില്ല എന്നാണ് കൃഷി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്ഭവനിൽ നടത്തേണ്ടിയിരുന്ന പരിപാടി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഔദ്യോഗികമായി ആ കാര്യം കൃഷി വകുപ്പ് എന്തായാലും ഉടൻ തന്നെ രാജ്ഭവനെ അറിയിക്കും. അപ്പോൾ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ എന്ത് മറുപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മറ്റു